കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അടുക്കള തോട്ടത്തിലെ ചെടികൾക്ക് പ്രത്യേകിച്ച് മുളക്, തക്കാളി, പയർ എന്നിവയ്ക്ക് നൽകാൻ പറ്റിയ എന്നാൽ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു ജൈവ വളം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് പുളിച്ച മോരും ശർക്കരയുമാണ്. മോരും ശർക്കരയും ചേർന്ന് തയ്യാറാക്കുന്ന ഈ ഒരു മിശ്രിതം ചെടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും മുളക് ചെടിയിൽ കാണാറുള്ള ഇല ചുരുളൽ പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും. മോരും ശർക്കരയും ഏതു വിധത്തിലാണ് ചെടികൾക്ക് പ്രയോജനമാവുന്നത് എന്ന് നോക്കാം. മുളക്, തക്കാളി, പയർവർഗ്ഗങ്ങൾ എന്നിവയെ ബാധിക്കാറുള്ള ഏറ്റവും വലിയ വില്ലനാണ് ഇല ചുരുളൽ. പുളിച്ച മോരിലെ ലാക്റ്റിക് ആസിഡ് ഇല ചുരുളലിന് കാരണമാകുന്ന വൈറസുകളെയും മറ്റു രോഗാണുക്കളെയും പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. പുളിച്ച മോര് ശരിക്കും ഒരു മികച്ച ഫംഗിസൈഡായി പ്രവർത്തിക്കുന്നതിനാൽ ചെടികൾക്കുണ്ടാകുന്ന പല രോഗങ്ങളെയും ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ശർക്കര ഉപയോഗിക്കുന്നതുകൊണ്ട് മണ്ണിലുള്ള ഗുണകരമായ ബാക്ടീരിയകൾ മണ്ണിലെ ജൈവ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും അതുവഴി മണ്ണ് കൂടുതൽ ഫലഭൂയിഷ്ഠമാവുകയും ചെയ്യും. ചെടികൾ പൂവിടുന്ന സമയത്ത് ഈ മിശ്രിതം തളിക്കുന്നത് ധാരാളം പൂവിടാനും ആ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ കായ്ഫലം ലഭിക്കാനും സഹായിക്കും. ഈ ഒരു വളക്കൂട്ട് തയ്യാറാക്കാൻ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് മോര് തന്നെയാണ്. ആദ്യം തന്നെ ഒരു ഗ്ലാസ് മോര് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഇതിലെ പ്രധാന ചേരുവ മോര് തന്നെയാണ്. ഇനി ഇതിലേക്ക് രണ്ടാമതായി നമുക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് മോരിലേക്ക് എടുത്തിരിക്കുന്നത് ഒരച്ച് ശർക്കരയാണ്. ശർക്കര അതേപടി മോരിലേക്ക് ഇടാതെ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് ചുരണ്ടി ഇടുന്നതായിരിക്കും നല്ലത്. ശർക്കര ചേർക്കുന്നത് കൊണ്ട് മണ്ണ് കൂടുതൽ ഫലഭൂയിഷ്ഠമായി മാറുകയാണ് ചെയ്യുക. ശർക്കര മോരുമായി ഒന്ന് അലിഞ്ഞു കിട്ടണം. ഒന്ന് ഇളക്കിയതിന് ശേഷം മോരൊന്ന് പുളിപ്പിച്ച് കിട്ടാനായിട്ട് രണ്ടോ മൂന്നോ ദിവസം ഒന്ന് മാറ്റി വെക്കണം. 3 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കണം. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. പഴയ ചായ അരിപ്പ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. നമ്മൾ സ്പ്രെയർ ഉപയോഗിക്കാതെ കൈകൊണ്ട് തളിച്ച് കൊടുക്കുകയാണെങ്കിൽ അരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് തയ്യാറാക്കിയിട്ട് അതേപടി ഒരിക്കലും ചെടികൾക്ക് തളിച്ചു കൊടുക്കരുത്. വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രം സ്പ്രെയറിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. വെള്ളം ചേർത്ത് നേർപ്പിക്കേണ്ടത് 1:10 എന്ന അനുപാതത്തിലാണ്. അതായത് ഒരു ഗ്ലാസ് മോരും ഒരച്ച് ശർക്കരയും ചേർത്ത് തയ്യാറാക്കിയ ജൈവ വളക്കൂട്ടിലേക്ക് 10 ഗ്ലാസ് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെടികൾ പ്രയോഗിക്കാവൂ. റേഷ്യോ നിങ്ങൾ മറക്കരുത്. ഒരു ഗ്ലാസ് മോരും ഒരച്ച് ശർക്കരയും ചേർത്ത് തയ്യാറാക്കിയ ജൈവ വളക്കൂട്ടിലേക്ക് 10 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർപ്പിക്കേണ്ടത്. ഒരു സ്പ്രെയറിലേക്ക് ഒഴിച്ച് ചെടികളെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് തളിച്ച് കൊടുക്കേണ്ടത് രാവിലെയോ അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ആയിരിക്കണം. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. മോരും ശർക്കരയും ചേർത്ത ഈ ഒരു മിശ്രിതം മുരടിച്ച് നിൽക്കുന്ന മുളക് തൈകൾക്കും തക്കാളിക്കും പയറിനുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ. ഈ ഒരു മിശ്രിതം ചെടികളുടെ കരുത്തായ വളർച്ചയ്ക്കും കൂടുതൽ പൂക്കൾ വിരിയാനും ഉത്തമ ഔഷധമാണ്. അപ്പോൾ കീടനാശിനിയായും വളമായും ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു കൂട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വെയിലില്ലാത്ത വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. നിങ്ങളിത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തും സഹകരിക്കുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.